വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറിയ അമ്മ സ്വർഗത്തിൽ റാണിയായിട്ടിതാ കിരീടം ധരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ നമ്മളൊക്കെ വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറുകയെന്ന്. ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നൊരു വാക്കുണ്ട്. എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. വളരെ എളുപ്പമാണ്. ബൈബിൾ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും എളുപ്പമല്ല അത്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. തമിഴ്നാട്ടിൽ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ സെക്രട്ടറി അച്ഛനാണ് ജോസഫ് രാജച്ചൻ. ആൾ പ്യുവർ തമിഴിനാണ്. അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ മലയാളമൊക്കെ അറിയാം. അവിടെ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേർ, അവർ നമ്മുടെ മലയാളീസ് ആണെങ്കിൽ പോലും അവർ തമിഴ് ബാക്ക്ഗ്രൗണ്ടായാൽ അത്ര പിടിപാടില്ല മലയാളമൊന്നും. പൊരുത്തനിങ്ങനെ ലേഖനം വായിക്കുകയാണ്. പൗലോസ്ലിയുടെ ഭാഗമല്ലേ, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറയുന്ന ഭാഗമല്ലേ. അവനെ ഒരുത്തനിങ്ങനെ വായിച്ചു, സ്നേഹമാണ് സർവോൽ, പിന്നെ മറ്റേ വാക്ക് വരുന്നില്ല, അവന് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഈ വണ്ടികളൊക്കെ കയറ്റം കയറാണ്ടാകുമ്പോൾ ബാക്ക് അടിച്ചിട്ട് സ്പീഡിൽ എടുക്കില്ല. അതുമാതിരി ഇവൻ കുറച്ചുകൂടി തുടക്കത്തിൽ തുടങ്ങി സ്നേഹമാണ് സർവോൽ, പിന്നെ നിന്നു, കയറുന്നില്ല. കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല. 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അച്ഛനല്ല കേട്ടോ, വേറൊരു ഓൾട്ടർ ബോയുടെ കാര്യം പറഞ്ഞേ. അങ്ങനെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. ഈ പയ്യൻ എന്ത് പറയുന്നറിയാം? സ്നേഹമാണ് സർവം കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. സർവോത്കൃഷ്ടം എന്നാണ് വാക്ക്. പക്ഷെ ഞാനപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ പയ്യൻ പറഞ്ഞത് കറക്റ്റ്. സ്നേഹം കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആ സ്നേഹം യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറഞ്ഞാൽ സഹായമാണ്. നിങ്ങൾക്കറിയാവോ? ടു ലവ് ഈസ് ഈക്വൽ ടു ഹെൽപ്പ്. കാരണം അയൽക്കാരനെ സ്നേഹിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് നല്ല ശമ്രാൻ്റെ ഉപമയിൽ എന്താ പറഞ്ഞ്? അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി, അവനെ കഴുത്തപ്പുറത്തെടുത്ത് കയറ്റി, സത്രത്തിൽ കൊണ്ടുവന്നാക്കി, പോക്കറ്റിൽ നിന്ന് വേണ്ട കൊടുത്തു. അവനാണ് സ്നേഹമായിട്ട് ചിത്രീകരിക്കുന്ന ഈശോ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ഈസ് ഈക്വൽ ടു സഹായം.